യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിന്റെ 29-31 വായിക്കാം. 29-31. യെശയ്യാ 40-ാം അധ്യായം 29-31 വരെ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. അവൻ ക്ഷീണിച്ചിരിക്കുന്നതിന് ശക്തി നൽകുന്നു, ബലമില്ലാത്തതിനും ബലം വർദ്ധിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ശക്തി തരും. പക്ഷെ ബലമില്ലാത്തവനെന്ന് എഴുതിയപ്പോ ബലമില്ലാത്തവന് ബലം കൊടുക്കുന്ന എഴുതുണ്ട്. പക്ഷെ ബലമില്ലാത്തവന് ഹല്ലേലൂയ എന്താ പറയുന്നത്, ബലം വർദ്ധിപ്പിക്കുന്ന എഴുതിയേക്കുന്നത്. അപ്പൊ ബലമില്ലാത്തവരെന്ന് പറയുമ്പോൾ തീരെ ബലമില്ലാത്തവർക്കല്ല, കുറച്ച് ബലക്കുറവുള്ളവർക്കാണ് വർദ്ധിപ്പിക്കുന്നത്, അല്ലേ? ആമേൻ. അപ്പൊ കുറച്ച് ബലം നമ്മൾ ഉണ്ടാകണം അത് വർദ്ധിക്കണമെങ്കിൽ. ഉള്ളതല്ലേ വർദ്ധിക്കത്തുള്ളൂ, അങ്ങനെയല്ലേ? ഹല്ലേലൂയ. അപ്പം നമ്മുടെ എന്താ പറയാ, പ്രവാചക ശിഷ്യന്റെ ഭാര്യയുടെ വീട്ടിൽ അല്പ എണ്ണ ഉണ്ടായിരുന്നു. ആമേൻ. അത് അവര് കയറി മുറി അടച്ച് വാതിലടച്ച് എന്താ പകരം പറഞ്ഞപ്പോ അത് വർദ്ധിച്ചു എന്ന് എഴുതി. അപ്പൊ അവിടെ ഉണ്ടായിരുന്നു, സംതിങ് ഇസ് ദയർ, അല്ലെ? നമുക്ക് ഇവിടെ ബലം ഇല്ലാത്തവർ എന്ന് പറയുമ്പോൾ ഒട്ടുമില്ല ശൂന്യതയായിട്ടുള്ളവർക്കല്ല. ശൂന്യതയായിട്ടുള്ളവർക്കാണെങ്കിൽ നൽകുന്നതേ പറയത്തുള്ളൂ, വർദ്ധിപ്പിക്കുന്നു പറയത്തില്ല. അപ്പൊ നമ്മളിലൊക്കെ കുറച്ചെന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം അത് വർദ്ധിപ്പിച്ചു തരും. ഹല്ലേലൂയ. അപ്പൊ ശക്തി ഇല്ലാത്തവർക്ക് അവിടെ പക്ഷെ ശക്തി ഇല്ലാത്തവർക്ക് ശക്തി നൽകുന്നു എന്ന് തന്നെ എഴുതിയേക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ശക്തി ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് പവർ ദൈവം തരിക ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ബലം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മളിപ്പോ എഴുന്നേൽക്കുക, പ്രാർത്ഥിക്കുക, നമ്മൾ ഇരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ നമുക്ക് നമ്മളിൽ ഉള്ളതിനെ ദൈവം വർദ്ധിപ്പിച്ച് തരും. പക്ഷെ ശക്തി പവർ ദൈവം പകർന്നും തരും. ഹല്ലേലൂയ. അവിടെ എന്നിട്ട് പറയുന്നത് ബാല്യക്കാർ ക്ഷീണിച്ചു തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴുമെങ്കിലും യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും. അപ്പൊ ശക്തി ദൈവം നേരത്തെ തരുമെന്ന് പറഞ്ഞു. പക്ഷെ അത് ആർക്കാ തരുന്നതെന്ന് ചോദിച്ചാൽ യഹോവയെ കാത്തിരിക്കുന്നവർക്കാ തരുന്നത്. ആമേൻ. ഹല്ലേലൂയ. അവിടെ ഇവിടെ ഓടി നടക്കുന്നവർക്കല്ല, എവിടെയെങ്കിലൊക്കെ അലഞ്ഞു നടക്കുന്നവർക്കല്ല, യഹോവയെ കാത്തിരിക്കുന്ന, യഹോവയുടെ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് കാണുന്ന അവര് കാത്തിരുന്നാണ് ആ ദൈവത്തിന്റെ വാഗ്ദത്തം, പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തം നിങ്ങൾ പ്രാപിക്കാൻ വേണ്ടി കാത്തിരുന്ന ശക്തിയെ പുതുക്കുക. അല്ലത് പ്രാപിക്കണം. അത് കഴിഞ്ഞ ശേഷം യാത്രകളാണ് കുറെ അവര് കാത്തിരുന്നതിനെ പ്രാപിക്കുന്നത്. അപ്പൊ നമ്മൾ യഹോവയെ കാത്തിരിക്കുന്നവർക്കാണ് ശക്തി കിട്ടുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞ് ശക്തി ഇല്ലാത്ത ക്ഷീണിച്ചിരിക്കുന്ന ശക്തി തരുന്നു, നൽകുന്നു എന്നത്. അപ്പൊ അവിടെ ഹല്ലേലൂയ. അപ്പം ആ ക്ഷീണം നമ്മൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ വെച്ചാൽ ശക്തി ഇടയ്ക്കിടയ്ക്ക് ഓരോ ദിവസവും നമുക്ക് വേണ്ടുന്ന ശക്തി ദൈവത്തിൽ നിന്ന് പകരം നമ്മൾ സ്വീകരിക്കണം, റിസീവ് ചെയ്യണം. നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ഓരോ ദിവസം കഴിയുമ്പോൾ ഈ ലോകം വഷളായിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ചാൽ 10 വർഷം മുമ്പ് പ്രാപിച്ചത് കൊണ്ട് ഇപ്പൊ നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ കാത്തിരുന്നിട്ട് എന്ത് വേണം വെച്ചാൽ ദൈവത്തിൽ നിന്ന് അന്നന്ന് വേണ്ടുന്ന നിൽക്കാൻ വേണ്ടുന്ന ആ ശക്തി നമ്മൾ പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇത് പ്രാപിക്കുന്നത് ഓരോ ദിവസവും ശക്തിയെ പ്രാപിക്കുന്ന സമയത്താണ് നമ്മുടെ ശക്തി നിലനിർത്തിക്കൊണ്ടുവരാൻ കഴിയും, അത് വർദ്ധിപ്പിക്കാൻ കഴിയും. നമുക്ക് തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരാഴ്ച കണ്ടിന്യൂസ് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലെന്ന് വിചാരിച്ചു. കുറച്ച് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങൾ, തിരക്കുകൾ എന്തെങ്കിലുമൊക്കെ വന്ന് നമ്മുടെ പ്രാർത്ഥന അങ്ങ് മുടങ്ങി, നമ്മൾ പ്രാർത്ഥിക്കുന്നതേ ഇല്ല. നിൽക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥനയില് നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് ആ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എവിടെയോ എന്തൊക്കെയോ ഇങ്ങനെ കുറഞ്ഞു വരുന്ന തോന്നുന്നു, അല്ലേ? ഫീൽ ചെയ്യാറുണ്ടോ? നമ്മൾ ആത്മശക്തി കുറയുമ്പോൾ നമുക്ക് അനുഭവപ്പെടാറുണ്ടോ? നിങ്ങൾ തിരിച്ചറിയാറുണ്ടോ? ഉണ്ട്. ഇച്ചിരി കുറഞ്ഞ ഉടനെ നമുക്ക് നമ്മളിലുള്ള ആ അഭിഷേകം ഇത്തിരി ഒന്ന് താഴേക്ക് പോയി നമുക്ക് അന്നേരം അറിയാൻ പറ്റും. അത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ, അപ്പൊ നിങ്ങൾക്ക് എവിടെ ഇരുന്നോണം ഹല്ലേലൂയ, അത് തിരിച്ച് പിടിച്ചോണം. അല്ലെങ്കിൽ നമ്മൾ നിസ്സാരമാക്കി എടുത്താൽ പിന്നെ അറിയാണ്ട് അതിങ്ങനെ കുറഞ്ഞു വരും. പക്ഷേ എങ്കിലും നമുക്ക് എവിടെയെങ്കിലും ഒത്തിരി കുറയുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ അപ്പൊ തന്നെ നമ്മൾ തിരിച്ച് പ്രാപിക്കണം. ഹല്ലേലൂയ. അതിനെ നമ്മൾ പുതുക്കണം, അല്ലെങ്കിൽ അതിനെ ജ്വലിപ്പിക്കണം. അത് ആ താഴേക്ക് പോയതിനെ അപ്പൊ തന്നെ ഫില്ല് ചെയ്യണം. ഹല്ലേലൂയ. എന്നാൽ മാത്രമേ അതിന് മീതേക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. പക്ഷെ താഴേക്ക് പോകാൻ വളരെ എളുപ്പമാണ്, തിരിച്ച് കയറാൻ ഭയങ്കര പ്രയാസമാണ്. നമ്മുടെ നാട്ടിൽ ചൊല്ലുണ്ട്,
ഒരാവേശത്തിനെടുത്ത് കിണറ്റി ചാടാം, പക്ഷെ കേറാൻ ഭയങ്കര പാടാണ്. അതുപോലെ ഹല്ലേലൂയ ആത്മാവിന്റെ ശക്തിയെ കളയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ അത് തിരിച്ച് പ്രാപിക്കാൻ വലിയ പ്രയാസം. അതുകൊണ്ട് ഒരിടത്ത് പോലും അത് കുറയാനായിട്ട് നിങ്ങൾ അനുവദിച്ചു കൊടുക്കല്ല്. ഹല്ലേലൂയ. നമുക്ക് അതിങ്ങനെ കുറയുന്ന ശരിക്കും നമുക്ക് പെട്ടെന്ന് തിരിച്ച് സെൻസ് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. നമ്മൾ ആത്മാവിൽ ഹല്ലേലൂയ എവിടെയെങ്കിലും ശകലം കുറവ് വന്നാൽ അത് അറിയാൻ പറ്റും. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് തിരിച്ച് പ്രാപിക്കണം. നമ്മൾ ഹല്ലേലൂയ വിട്ടുകളയല്ലേ. ഹല്ലേലൂയ. അവിടുത്തെ അങ്ങനെയാണെങ്കിലാണ് എന്താ വെച്ചാൽ യൗവനക്കാർ ഇടറി വീഴുമെങ്കിലും യഹോവയെ കാത്ത ശക്തി. അപ്പൊ ഇവിടെ ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു യൗവനക്കാരെ. അപ്പൊ അങ്ങനെ തളർന്നു പോകാതെ ഇടറി വീഴാതെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ യഹോവയെ കാത്തിരുന്ന ശക്തിയെ പുതുക്കുന്നവരായിരിക്കണം നമ്മൾ. ഹല്ലേലൂയ. അവിടെ അവർ കഴിവന്മാരെ പോലെ ചിറകടിച്ച് അവർ തളർന്നു പോകാതെ ഓടി ക്ഷീണിച്ചു പോകാതെ നടക്കി. അങ്ങനെ കാത്തിരുന്ന് ശക്തിയെ പുതുക്കുന്നവർക്ക് ആമേൻ ഹല്ലേലൂയ. അതുപോലെ ബലം ഒക്കെ ഇടയ്ക്ക് ദൈവത്തെ നിന്ന് വാങ്ങിക്കുന്നവർക്ക് അങ്ങനെയുള്ളവരെ കുറിച്ചാ പറയുന്നത്. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഓടുമ്പോ നമ്മളെല്ലാരും തളർന്നു പോവല്ലേ. കുറച്ച് നടക്കുമ്പോൾ ക്ഷീണിച്ചു പോകും. പക്ഷേ ആത്മമണ്ഡലത്തിൽ നമ്മൾ ഓടുമ്പോഴും ക്ഷീണിക്കുമ്പോഴും തളർന്നു പോകാതിരിക്കണമെങ്കിൽ ദൈവത്തിലുള്ള ശക്തി ഓരോ ദിവസം നമ്മൾ പുതുകണം. ആത്മീയ ജീവിതത്തിൽ ഹല്ലേലൂയ. ആത്മീയ ജീവിതത്തിൽ ഇവിടെ ലോക ജീവിതത്തിൽ ഓടാനൊക്കെ ആണെങ്കിൽ ഓട്ടക്കാരൊക്കെ എന്താ വെച്ചാൽ നല്ല പ്രോട്ടീൻ നടന്ന് നല്ല ഫുഡുകൾ, അവര് നല്ല ഫുഡും അതും ഇതൊക്കെ കഴിക്കും. ഹല്ലേലൂയ. കാരണം വെച്ചാൽ അവർക്ക് ഹെൽത്ത് വേണം. ശരീരത്തിന് ആരോഗ്യമുണ്ടല്ലോ അവർക്ക് ഓടാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അല്ലെ നടക്കാൻ പറ്റത്തുള്ളൂ. അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ആത്മീയമായിട്ടല്ല ശാരീരികമായിട്ട് അവർ ശക്തി പ്രാപിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഡയറ്റ് വരുന്നുണ്ട്. ഫുഡൊക്കെ അവർ ഭയങ്കര ഡയറ്റും ഭയങ്കര എക്സസൈസും ഒക്കെ ചെയ്യാറുണ്ട്. ഹല്ലേലൂയ. പക്ഷേങ്കില് ആത്മീയ ജീവിതത്തിൽ നമുക്ക് ഡയറ്റും എക്സസൈസും ഒക്കെ ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. വേണ്ടാത്തതിനൊക്കെ ഉപേക്ഷിക്കാൻ പഠിക്കണം. ഹല്ലേലൂയ. അപ്പൊ വേണ്ടുന്നത് നമ്മൾ ഹല്ലേലൂയ അത് കറക്റ്റ് ആയിട്ട് നമ്മുടെ മനുഷ്യന് ഭക്ഷിക്കാൻ കൊടുക്കണം. അപ്പൊ നമ്മുടെ മനുഷ്യന് ഹല്ലേലൂയ വചനവും പരിശുദ്ധാത്മാവിന്റെ ശക്തി ആത്മാവിലുള്ള പ്രാർത്ഥനയും നമ്മുടെ ആരാധനയും ഇതെല്ലാം മനുഷ്യനെ കരുത്തുറ്റതാക്കും. ശരീരത്തിന് അവരൊക്കെ നമ്മൾ സ്പോർട്സ് താരങ്ങളെയൊക്കെ കാണാറുണ്ട്. അവര് ഒരുപാട് സാധനങ്ങൾ അവർ വേണ്ടെന്ന് വെക്കും ജീവിതത്തിൽ. കാരണം അവര് നിൽക്കുന്ന ആ ഫീൽഡിൽ അവർക്ക് നന്നായി വരാൻ വേണ്ടി. എന്നിട്ട് അവര് കഴിക്കേണ്ട സാധനങ്ങൾ സെലക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കും. അതുപോലെ അവർക്ക് ഉറക്കമൊക്കെ വെളുപ്പാങ്കാലത്തൊക്കെ എഴുന്നേൽക്കുകയും എക്സസൈസ് ചെയ്യും. അവർ മണിക്കൂറുകളോ അവർ കളിക്കുന്ന വർഷത്തിൽ ചിലപ്പോൾ ഒരിക്കലോ അല്ലെങ്കിൽ എന്താ പറയാ 2-3 വർഷം കൂടുമ്പോഴൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗെയിം കളിക്കുന്നത്. പക്ഷെ ആ കളിക്കുന്ന സമയത്തല്ല അവർ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. അവരെല്ലാ ദിവസവും ചിട്ടയോടുകൂടി ആ കളിക്കളത്തിൽ ഇറങ്ങി അവർ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും ക്രമമായിട്ട് അവരുടെ ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അവർ കളിക്കായിട്ട് ചെന്ന് നിൽക്കുന്ന സമയത്ത് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലേ? അവര് കളിക്കാൻ പോകുമ്പോൾ മാത്രമല്ല, അല്ലെങ്കിൽ വലിയ ഗെയിമിനൊക്കെ പോകുമ്പോൾ മാത്രമല്ല അവർ ഫുഡ് കൺട്രോൾ ചെയ്യുന്നത്. അവർ ഫുഡ് കൺട്രോൾ ചെയ്യുന്ന അവർ വർഷങ്ങളോളം ആ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് അവർ ഒത്തിരി സാധനങ്ങളൊക്കെ ഉപേക്ഷിച്ച് അവർ അത്രത്തോളം ഒരുക്കത്തോടു കൂടി അവർ നിൽക്കുന്ന ഈ ലോകത്തിലെ കളിക്കളത്തിൽ നിൽക്കാൻ വേണ്ടി അത്രയും ഒരുക്കം വേണമെങ്കിൽ നമ്മൾ ആത്മമണ്ഡലത്തിൽ ആത്മീയമാര് ഓട്ടക്കളത്തിൽ നിൽക്കുന്ന നമുക്ക് എത്രത്തോളം ഒരുക്കം വേണം. നമ്മൾ നിൽക്കുന്ന ഒരു ഓട്ടക്കളത്തില്ല. പൗലോസപ്പ അങ്ങനെയല്ലേ പറഞ്ഞേ? ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദം പ്രാപിച്ചു. അപ്പൊ നമ്മൾ ഒരു ഓട്ടക്കളത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുപോലെ നമ്മൾ യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. പട്ടാളക്കാർക്കും എല്ലാം വലിച്ചു വരുന്നതിനൊന്നും പറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പം അവർ യുദ്ധം ചെയ്യാൻ അവരുടെ ശരീരത്തെ അഭ്യസിപ്പിക്കുകയും അവർ അതിനു വേണ്ടിയിട്ട് അവരുടെ ശരീരത്തെ ഒരുക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ആത്മമണ്ഡലത്തിൽ നമുക്ക് ഒരു യുദ്ധമുണ്ട്. നമ്മളൊരു ഓട്ടക്കളത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഹല്ലേലൂയ അവിടെ എല്ലാം നമുക്കൊരു ഒരുക്കം വേണം. ഹല്ലേലൂയ. നമ്മൾ കാണുന്നതൊക്കെ എടുത്ത് അതിലെ കൂടെ പോകുന്ന എല്ലാവരും ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല. നമുക്ക് ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. ഹല്ലേലൂയ. അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിൽക്കാം. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിന് 10-ാം വാക്യം ഒന്ന് എടുക്കാവോ? മ്യൂട്ടാണ്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ഒടുവിൽ എന്ന് വെച്ചാൽ
ഈ ലോകത്ത് മാറ്റപ്പെടുമ്പോഴല്ല. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ പറഞ്ഞു വന്നപ്പോഴാ പറയുന്നത്, കർത്താവ് നമുക്ക് എന്താ വെച്ചാൽ കർത്താവിലും അവന്റെ അമിത ബലത്തമ ശക്തി എന്താ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർപ്പ് കഴിയും. അപ്പൊ നമ്മൾ അവർക്ക് പിശാച് നമ്മളോട് എപ്പോഴും പോരാടിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അവിടെ ആ പോരാട്ടം നമ്മളിലേക്ക് വരും. ഹല്ലേലൂയ. ആ പിശാചിന്റെ തന്ത്രം നമ്മൾ അറിയാത്തവരല്ല. അതുകൊണ്ട് നമ്മൾ ഹല്ലേലൂയ കർത്താവിൽ അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. ഹല്ലേലൂയ. ഇന്നലെ ഞങ്ങളുടെ ദേവദാസം വന്നു, ഞങ്ങൾ കുറെ നേരം സംസാരിച്ചപ്പം ഹല്ലേലൂയ സ്പിരിച്വൽ അറ്റാക്കുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് നേരത്തെ മുൻകൂട്ടി പലരും അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പൊ പാസ്റ്റർ വിളിച്ച് സിസ്റ്റർ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്തെന്ന് വെച്ച് ആ പ്രവചനം ആൾക്കാർ പറഞ്ഞില്ല, ഇപ്പൊ സ്പിരിച്വൽ അറ്റാക്കിന് ഒരു സൈഡ് ഫുള്ള് പിശാച് താത്തി കളയാൻ വേണ്ടി നോക്കുന്നു. അത് കേട്ടപ്പോ എന്ത് തോന്നി? ഞാൻ പറയാം, അത് കേട്ടപ്പോ എനിക്ക് തോന്നിയ കാര്യം, കർത്താവ് അത് എന്റെ തലയിൽ മുടി പോലും താഴെ എടുത്തില്ല. ഹല്ലേലൂയ. കർത്താവ് അറിയാതെ, കർത്താവ് നമുക്ക് ചുറ്റും തീമതില്ല ദൈവം പൊളിച്ചു കൊടുക്കും. അത് നമ്മുടെ ചുറ്റുമുള്ള തീമതിൽ പൊളിച്ച ആ ഒരു പിശാച് നമ്മളെ കയറി അടിക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ബോധയുടെ അല്ല. അത് ശരിക്കും പറഞ്ഞ അപ്പൊ ഈ വെൽസ്ബാൽസ് വന്നപ്പോഴും പറഞ്ഞ ദേവദാസന്മാര് പറഞ്ഞു, അതിനെ പറഞ്ഞു തരുന്നില്ലേ അപ്പൊ ആ കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു അതിനെക്കുറിച്ച് ഞാൻ ബോധയുടെ അല്ല. കാരണം വെച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് ഓർക്കാറില്ല. കാരണം വെച്ചാൽ നമ്മള് ഹല്ലേലൂയ നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കുകയും ഭയപ്പെടുകയും നമ്മൾ ചില കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള ഹല്ലേലൂയ ചില അത് ദൈവം ദൈവം അറിയിക്കാത്തതല്ല, ദൈവം അറിയിക്കും. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ ഭയപ്പെടുകയും അത് തന്നെ ഓർത്തോണ്ടിരിക്കുകയും ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ. നമ്മൾ അതിനെക്കുറിച്ച് ബോധറിയുകയും ചെയ്യാതെ നമ്മൾ അതായത് ആ വഴിക്ക് വിട്ട് കഴിഞ്ഞാൽ അല്ലെ നമ്മൾ പ്രാർത്ഥിച്ച് ചെയ്യുമെടുക്കാനൊക്കെ അന്നേരം കേൾക്കുമ്പോൾ ചിലപ്പോൾ പ്രാർത്ഥിക്കാം. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് ഭയപ്പെടാൻ പാടില്ല. ഒരിക്കലും നമ്മുടെ ജീവിതത്തില് പലപ്പോഴും ഇത് ചില ദൂത് കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും, നെഗറ്റീവ് ദൂതുകൾ കേൾക്കുമ്പോൾ നിങ്ങളത് വിശ്വസിക്കരുത്. അതിനെ ക്യാൻസൽ ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തില് അതിനെപ്പോ തന്നെ ക്യാൻസൽ ചെയ്യണം. കാരണം വെച്ചാൽ ഇത് എന്റെ ജീവിതത്തിൽ നടക്കത്തില്ല, കാരണം ഞാൻ ദൈവത്തിന്റെ പ്രൊട്ടക്ഷനിലാണ് എന്ന് പറഞ്ഞ് നമ്മൾ ക്യാൻസൽ ചെയ്യണം. കാരണം ചില സ്ഥലങ്ങളിലൊക്കെ ചില ദൈവദാസന്മാർ അങ്ങനെ മുതലെടുക്കാറുണ്ട്. കാരണം എനിക്കറിയാവുന്ന ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അദ്ദേഹം ചിലരോടൊക്കെ പറയും, ബ്രദറെ അത് ചെയ്യണം കേട്ടോ, അല്ലെ ഇത് കൊടുക്കണം കേട്ടാ, അല്ല ഇത് ഇങ്ങനെ വേണം കേട്ടോ. തരണം ആൾക്ക് തന്നെ കൊടുക്കുന്നതിനെ കുറിച്ച് എന്നെ പറയുന്നത്, വേറെ ആർക്കും കൊടുക്കുന്നതിനെ കുറിച്ച് അല്ല കേട്ടോ. അതെല്ലാം തന്നില്ലെങ്കിലുണ്ടല്ലോ അത് ഇപ്പം ഇന്നതുപോലെ സംഭവിക്കും കേട്ടോ. അപ്പൊ ഇപ്പം അത് കേട്ട് പേടിച്ചിട്ട് കൊടുക്കും. അപ്പൊ കൊടുക്കാൻ സമയത്ത് ഞാൻ ഒരു ദിവസം ചോദിച്ചാൽ എന്താ പറയോ, കൊടുത്തില്ലെങ്കിൽ അത് ഇന്നാളിങ്ങനെ പറഞ്ഞപ്പോഴത്തേന് കൊടുത്തില്ല, പക്ഷെ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു, അത് പോയി ഇത് പോയി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നഷ്ടം വന്നു, വണ്ടി ആക്സിഡന്റ്, ഇങ്ങനെ എന്തിനാ. അപ്പൊ ഞാൻ പറയാം, അത് എന്തുകൊണ്ടാ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളോട് പറയുമ്പം നിങ്ങൾ എന്ന് വെച്ചാൽ ഇത് വിശ്വസിക്കും. അയ്യോ ഞാനത് കൊടുത്തില്ലെങ്കിൽ എനിക്കിത് വരുമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് കൊടുക്കാതിരുന്നെങ്കിൽ സംഭവിക്കുന്ന ചെയ്യും, ഭയം നിങ്ങളുടെ ഉള്ളിൽ കയറി അത് അങ്ങനെ തന്നെ വരും. അപ്പൊ അതുകൊണ്ട് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ അതുപോലെ ഇപ്പം എന്ന് വെച്ചാൽ ഇല്ലാത്ത പറയാൻ അല്ല ഞാൻ പറയാം. ഇപ്പം കർമ്മസ്ഥം നോക്കിയിട്ട് ഞാനിപ്പം ഒരു നെഗറ്റീവ് ഒരു സംഭവിക്കാൻ പോകുന്ന ദൈവം അറിയിച്ചത് പറയുകയാണെങ്കിൽ അത് വിശ്വസിച്ചിട്ട് ഇതിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴും ഭയപ്പെട്ടാൽ ഇത് സംഭവിക്കും. നമ്മൾ നെഗറ്റീവായിട്ട് കാര്യം കാണിക്കുന്നതാ, ചില മരണം കാണിക്കും, ചില ആക്സിഡന്റ് കാണിക്കുന്നതൊക്കെ കാണിക്കുന്നത് നമ്മൾ പറയുമ്പോൾ തന്നെ അതിനകത്ത് പ്രാർത്ഥന ചെയ്യുമ്പോൾ കഴിഞ്ഞു കേട്ടോ, ഞാനെ കുറിച്ച് ബോധർ ചെയ്യണ്ട. ഹല്ലേലൂയ. അത് പറഞ്ഞാൽ അത് സംഭവിക്കത്തില്ല. കാരണം വെച്ചാ നമ്മൾ ഇത് കഴിഞ്ഞു, ഇത് ഇനി സംഭവിക്കത്തില്ല, അല്ലെങ്കിൽ ഇത് ദൈവം വരാനുള്ള പിശാച് കൊണ്ടുവരാനുള്ള ദൈവം നേരത്തെ വെളിപ്പെടുത്തി നമ്മൾ പ്രാർത്ഥിച്ച് ജയമെടുത്തത് സംഭവിക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. അതിലേക്ക് അല്ലെങ്കിൽ പിന്നെ വന്നാൽ എന്താ, നമ്മൾ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥിച്ച് പിന്നെ വരികയാണെങ്കിൽ എന്താ, അതിന്റെ സൈഡ് മൊത്തം ആ ഒരു അത്രത്തോളം പവർലി അത് വരത്തില്ല, പക്ഷെ ചെറുതായിട്ട് ചിലപ്പോൾ വരും. എവിടെയെങ്കിലൊക്കെ നമ്മളിപ്പം വലിയ ആക്സിഡന്റ് ഒക്കെ കാണിക്കുമ്പോൾ എവിടെയെങ്കിലും മറിഞ്ഞു വീഴുകയെങ്കിലും ചെയ്യും, മേ ബി. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് പക്ഷെ അതിന് കൊടുത്തേക്കുന്ന പെർമിഷനാ, നീ തള്ളിക്കോന്നു അല്ല നീ ഒന്ന് ഉന്തി ഇട്ടോ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അത് വീഴുമ്പോ നമ്മൾ എങ്ങനെയാ വീഴുന്നത്? ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ചെടുത്ത് നമ്മൾ ദൂതന്മാരെ കൊണ്ട് ദൈവം കരുതിക്കും. ഹല്ലേലൂയ. അപ്പൊ അതുപോലൊക്കെയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ആത്മമണ്ഡലത്തിൽ പല കാര്യങ്ങളും തിരിച്ചറിയണം. തിരിച്ചറിവില്ലാത്തവരാകരുത്. കാരണം വെച്ച് കഴിഞ്ഞാല് പലപ്പോഴും ഹല്ലേലൂയ ആത്മീയമായ രീതിയിൽ തന്നെ ചൂഷണം ചെയ്യിക്കുന്നവരും ഉണ്ട്. ചൂഷണം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് പോകില്ല. അത് പണ്ടത്തെ കാലത്ത് ഹല്ലേലൂയ നമ്മുടെ നാട്ടിലൊക്കെ കണ്ട ജ്യോത്സ്യന്മാരൊക്കെ ആണെങ്കിൽ പറയും, ഇന്ന കാര്യങ്ങൾ വരാൻ പോകുന്നു, അതിന് പ്രതിവിധി എന്താ ചെയ്യണ്ടേ, ഇന്ന അവിടുത്തെ പോയി ഇന്ന പൂജ ചെയ്യണം, ഇന്ന കാര്യം ചെയ്യണം. അതിന് പ്രതിവിധി പറയുന്നത് എങ്ങനെയല്ലേ?
നമ്മുടെ ദൈവത്തിന്റെ പക്ക പ്രതിവിധി അങ്ങനെ ചെയ്യാനൊന്നുമില്ല. ഹല്ലേലൂയ. നേർച്ച കാഴ്ചകൾ കൊണ്ടോ ആർക്കൊന്നും കൊടുത്തതുകൊണ്ടോ ഒന്നും ഇത് മാറിപ്പോകത്തില്ല. ഹല്ലേലൂയ. നമുക്ക് ഒറ്റ പ്രതിവിധിയുള്ളൂ, നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അല്ലാതെ ബാക്കി ഒരു പ്രതിവിധി നേർച്ച കാഴ്ചകൾ കൊണ്ടൊന്നും ഇത് മാറത്തൊന്നുമില്ല. പിശാച് വെച്ചിരിക്കുന്നൊന്നും മറ്റുള്ള ആചാരപ്രകാരം അതെല്ലാം പ്രതിവിധിയുണ്ട്. അതിന് ഇന്നത് ചെയ്താൽ അത് മാറി, ഇന്നത് വെച്ചാൽ അവരെ പ്രീതിപ്പെടുത്തുന്ന അവർ കൊടുക്കുന്നതും പിശാച് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. അത് വിട്ട് കളയാം. ഒടുവിൽ കർത്താവിൽ അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവിന്. ഹല്ലേലൂയ. കാരണം നമുക്ക് എപ്പോഴും നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഓരോ ദിവസം ശക്തി പുതുക്കണം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ശക്തിപ്പെടുവെന്ന് വെച്ചാൽ നമ്മൾ എന്ന് വെച്ചാൽ പിശാചിന്റെ തന്ത്രങ്ങൾ അവരിങ്ങനെ പല രീതിയിൽ നമ്മുടെയൊക്കെ വരും. അവരോട് നമ്മൾ എതിർത്ത് നിൽക്കണമെങ്കിൽ നമുക്ക് ബലം വേണം. അതിനാണ് ദൈവം നമുക്ക് ബലമില്ലാത്തവർക്ക് ബലം നൽകുന്നു. ഹല്ലേലൂയ. അപ്പൊ ശക്തി ഇല്ലാത്തവർക്ക് ശക്തി നൽകുന്നു എഴുതിയേക്കുന്ന കാര്യം, അല്ലെങ്കിൽ ശക്തിയെ നമ്മൾ ഓരോ ദിവസം ഇത് പുതുക്കേണ്ട കാര്യം. ഹല്ലേലൂയ. കാരണം നമുക്കൊരു പോരാട്ടമുണ്ട്, നമുക്ക് എതിർത്ത് നിൽക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ ഓരോ ദിവസം മുൻപോട്ട് ഓടണമെങ്കിൽ പോലും നമുക്ക് ശക്തി വേണം. അതുപോലെ തന്നെ നമുക്ക് ഹല്ലേലൂയ പിശാചിനെ എതിർത്ത് നിൽക്കാൻ നമുക്ക് ശക്തി വേണം. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസം ദൈവയെ കാത്തിട്ട് ശക്തിയെ പുതുക്കാൻ. ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്ന കർത്താവിനെ കാത്തിരുന്നിട്ട്, അല്ലെങ്കിൽ ദൈവത്തെ കാത്തിരുന്ന് ഓരോ ദിവസം ദൈവത്തിന്റെ മുമ്പിലേക്ക് കാത്തിരിക്കാന്ന് വെച്ചാൽ ദൈവസന്നിധി ഇരിക്കാന്ന് തന്നെയാണ് കേട്ടോ. അല്ല ദൈവം വരുന്നത് നോക്കിയിരിക്കാനല്ല. നമ്മൾ അവിടെ ആ ദൈവസന്നിധി ഇരുന്ന് നമ്മൾ ശക്തിയെ പുതുക്കണം എന്നുള്ളതാണ് ഹല്ലേലൂയ അവിടെ എഴുതിയിരിക്കുന്നത്. ആമേൻ. സ്തോത്രം. ഇവിടെ ഒരു കർത്താവിൽ അവന്റെ അമിത ബലത്തിൽ നമ്മൾ ശക്തിപ്പെടണം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 4 തുടങ്ങിയിട്ടൊന്ന് വായിക്കാവോ? 2 Corinthians 3-ന്റെ 4 തുടങ്ങിയിട്ട്. ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാൽ ഉണ്ട്. ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വലുതും സങ്കല്പാൻ ഞങ്ങൾ പ്രാപ്തർ എന്നല്ല. ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ. അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. മതി. ആമേൻ. സ്തോത്ര. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ഈ വിധം അത് പറഞ്ഞു വന്നിട്ടാ പറയുന്നത്. അപ്പൊ ദൈവത്തെ ഇതിനെ കുറിച്ച് എന്താ പറയാ? ആമേൻ. ഹല്ലേലൂയ. മഷി ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്ര മഷി കൊണ്ടുള്ള എന്നൊക്കെ അതൊക്കെ നമ്മളെ ദൈവത്തിന്റെ അത് ഒരു കൽപ്പലയും അല്ല ഹൃദയമെന്ന് മാംസപ്പല എഴുതിയിരിക്കുന്നു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പറഞ്ഞു ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാലുണ്ട്. അപ്പൊ ദൈവത്തോട് ക്രിസ്തുവിനാൽ അപ്പൊ കർത്താവ് യേശു ക്രിസ്തുവിനാൽ ദൈവത്തോട് ചില കാര്യങ്ങൾ നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം. ഉറപ്പുണ്ട്. എന്നിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിക്കാൻ ഞങ്ങൾ പ്രാപ്തരല്ല. അപ്പം ഞങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതൊന്നും ഞങ്ങൾ സ്വയമായിട്ട് ആലോചിച്ച് ചിന്തിച്ചോ പറയുന്നതോ പ്രവർത്തിക്കുന്നോ അല്ല. സ്വയമായിട്ട് ഉണ്ടാക്കുന്ന ഒന്നുമല്ല. കാരണം അതെല്ലാം ഹല്ലേലൂയ ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനം അത്രേ. ഈ ഞങ്ങൾ പ്രസംഗിക്കുന്നത്, ഞങ്ങൾ പ്രവർത്തിക്കുന്ന, ഞങ്ങൾ അത്ഭുതം പ്രവർത്തിച്ച കഴിഞ്ഞ ദിവസം ഞാൻ പൗലോസ് അപ്പോസ്തലന്റെ മറ്റൊരിടത്ത് നമ്മൾ വായിച്ചത് ഇതെല്ലാം എന്താ ഞാനല്ല അപ്പോസ്തലൻ എന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല. കാരണം ക്രിസ്തുവിന്റെ സഭയെ ഞാൻ ഉപദ്രവിച്ച് നടന്നവനായതുകൊണ്ട്. പക്ഷേല് ദൈവത്തിന്റെ കൃപയാൽ ഞാൻ അതിലായിരിക്കുന്നു. അപ്പൊ ഞാൻ എന്നിട്ട് പറഞ്ഞു എനിക്ക് ഇതിനകത്ത് പറയാനായിട്ട് യോഗ്യതയുണ്ട്. കാരണം അവരെല്ലാരെ കാട്ടി കൂടെ ഞാൻ അധ്വാനിച്ചു. അത്യധ്വാനം ഞാൻ ചെയ്ത്. പക്ഷെ അതും ദൈവത്തിന്റെ കൃപയത്രയും. ഇന്നലെ പൗലോസ് അപ്പോസ്തലൻ നമ്മളൊരു വചനം വായിച്ചപ്പോൾ അവിടെ പറയാം അതും ദൈവത്തിന്റെ കൃപ. സകലം ചെയ്യുന്ന ദൈവത്തിന്റെ കൃപയാലാണെന്നാണ് അവിടെ പറയും. ഇവിടെ ഇത് തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഇതൊന്നും ഞങ്ങളായിട്ട് ചെയ്യുന്നതല്ല. ഇതെല്ലാം ദൈവത്തിൽ നിന്ന് ദൈവം ആ കൊടുക്കുന്ന പ്രാപ്തിക്കനുസരിച്ച് ചെയ്യുന്നതാണ്. ഹല്ലേലൂയ. അപ്പം അപ്പൊ യേശുക്കത്ത ഭൂമിയിലേക്ക് എപ്പോഴും പറയാറുണ്ടല്ലോ, ഞാൻ പറയുന്നതൊന്നും സ്വയമേ പറയുന്നതല്ല, ഞാൻ പറയുന്ന എല്ലാം പിതാവിൽ നിന്ന്, പിതാവിന്റെ ഇഷ്ടമാണ് പറയുന്നത്, പിതാവിന്റെ ഇഷ്ടമാണ് ചെയ്യുന്നത്, പിതാവാണ് നിങ്ങളോട് സംസാരിക്കാൻ, പിതാവിൽ നിന്ന് കേട്ട നിങ്ങൾക്ക് തരുന്നത് ഇതെല്ലാം പറയും. അപ്പൊ അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയും. അപ്പൊ നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ സ്വന്തമായിട്ടായിരിക്കില്ല ചെയ്യേണ്ടത്. ദൈവത്തിന് ഇഷ്ടത്തിനനുസരിച്ച് ദൈവത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ച് ദൈവത്തിൽ നിന്ന് നേരിട്ട് പ്രാപിച്ചു വേണം പറയാൻ. കാരണം വെച്ചാൽ
നമ്മൾ സ്വന്തമായി പറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തമായിട്ട് ആശയങ്ങളൊക്കെ വരുന്നത്. പക്ഷെ ദൈവത്തിൽ നിന്ന് കേൾക്കുമ്പം അത് ദൈവത്തിൻ്റെതാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അപ്പം നമ്മൾ എപ്പോഴും അതിനുവേണ്ടി എന്തായിരിക്കണം? ദൈവമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. ദൈവത്തിൽ നിന്ന് കേട്ട് പറയണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ വാക്യത്തിൽ തന്നെ യഹോവയെ കാത്തിരിക്കണം എപ്പോഴും. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് ദൈവത്തിൽ നിന്ന് ഇങ്ങനെ റിസീവ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാൻ പറ്റാ. അല്ലെ ദൈവത്തിൽ നിന്ന് കേട്ട്. അപ്പൊ ഇവിടെ നിന്നിട്ട് അടുത്ത പറയുന്നത്, അവൻ ഞങ്ങളെ പുതു നിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആക്കുവാൻ പ്രാപ്തരാക്കിയ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരാ നമ്മൾ. ഹല്ലേലൂയ. അതിനെ നമ്മളെ പ്രാപ്തരാക്കിയത് കർത്താവ് യേശുക്രിസ്തുവാണ്. ഹല്ലേലൂയ. ആ പ്രാപ്തരാക്കിയെന്ന് വെച്ചാൽ എന്തിന്റെ? അപ്പൊ ആ ശുശ്രൂഷ എന്താ? ഹല്ലേലൂയ. ആമേൻ. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. ഹല്ലേലൂയ. അപ്പം നമ്മൾ അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല. അപ്പൊ നമ്മൾ വചനം അക്ഷരത്തിലാണ് എഴുതിയിരിക്കുന്നെങ്കിൽ ആത്മാവിനാലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് വായിക്കുമ്പോൾ ഇത് അക്ഷരമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നെങ്കിൽ ഇത് ആത്മാവിനിൽ എഴുതപ്പെട്ട വചനം. ഹല്ലേലൂയ. നമ്മൾ ആത്മാവിനാൽ തന്നെ അത് ഗ്രഹിക്കണം, ആത്മാവിനാൽ തന്നെ വായിക്കണം, ആത്മാവിനാൽ തന്നെ പ്രസംഗിക്കണം. അങ്ങനെ ആകുമ്പോഴെന്താ? അക്ഷരം കൊല്ലും, ആത്മാവോ ജീവിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ വചനത്തിൽ ജീവനുണ്ട്. ആ ജീവൻ നമുക്ക് വെളിപ്പെടണമെങ്കിൽ അത് ആത്മാവിലായിരിക്കണം. ഹല്ലേലൂയ. വചനം വായിക്കുകയും പ്രസംഗിക്കുകയും അത് ഗ്രഹിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യുകയും എല്ലാം ചെയ്യുമ്പോൾ അത് ആത്മാവിലാണെങ്കിൽ മാത്രമേ അതിന്റെ ജീവൻ നമുക്ക് ലഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഇത് ലഭിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇത് ദൈവമായിട്ട് എപ്പോഴും ആത്മാവുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണം നമ്മൾ. ആത്മാവിൽ തന്നെ ആത്മാവിൽ ആശ്രയിച്ച് തന്നെ സകലതും ചെയ്യുവാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ ഒരിക്കലും നമ്മുടെ ബുദ്ധിയിലോ ശക്തിയിലോ കഴിവിലോ നമ്മളെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യാൻ പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ അല്ല എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതുപോലെ നമ്മളും അങ്ങനെ ആകണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഇവിടെ എടുത്ത് പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന് 4ഉം 5ഉം വാക്യങ്ങൾ അതിനോട് കണക്റ്റഡ് ആണ്. നമ്മൾ എപ്പോഴും പറയുന്ന വാക്യമാണ്. ഹല്ലേലൂയ. അതൊന്ന് വായിക്കാവോ? യോഹന്നാൻ 15-ന്റെ 4, 5. എന്നിൽ വസിപ്പേൻ, ഞാൻ നിന്നിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന ആമേൻ. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളി വസിച്ചിട്ടില്ലാതെ സ്വയമായി കയ്പാൻ കഴിയാതെ എന്നിൽ വസിച്ചിട്ടില്ലാതെ നിങ്ങൾക്ക് കഴിയില്ല. ഹല്ലെ. ഞാൻ മുന്തിരിവള്ളി നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ വളരെ ഫലം കായ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും എന്ത് വേണമെന്ന് വെച്ചാല് കർത്താവ് തന്നെ വസിക്കണം. ഞാൻ നേരത്തെ ഈ വചനം പറഞ്ഞ് കർത്താവ് നമ്മൾ വസിക്കുന്നു എന്നുള്ളതൊക്കെ ഒരു സംശയം വേണ്ട. കർത്താവ് പറഞ്ഞ് ഞാൻ വരും, ഞാൻ നിങ്ങളിലുണ്ടാവും, ആത്മാവായ ദൈവം നമ്മളിൽ തന്നെ വന്ന് വസിക്കുന്നുണ്ട്. പക്ഷേങ്കില് നമ്മൾ കർത്താവിൽ വസിക്കുമ്പോഴാണ് നമ്മൾ ഏറെ ഫലം കായ്ക്കുന്നത്. അപ്പൊ കർത്താവ് നമ്മൾ വസിക്കുന്നത് നമ്മൾ തിരിച്ച് അപ്പൊ മറ്റിടത്തേക്ക് കൂടി നടക്കില്ല. അപ്പൊ കർത്താവിൽ തന്നെ എപ്പോഴും കർത്താവിന്റെ നടത്തിപ്പിനായിട്ട് പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിൽ തന്നെ ആയിരിക്കണം. ദൈവത്തിൽ മുന്തിരിവള്ളിയും കൊമ്പുകൾ ഒരുപോലെ നിന്നാലാണ് ഫലം കായ്ക്കുന്ന പോലെ അതുപോലെ തന്നെ നമ്മൾ കർത്താവിൽ നിൽക്കുമ്പോഴാണ് കർത്താവ് നമ്മളിലും ആയിരിക്കുമ്പോഴാണ് രണ്ട് നടക്കുന്ന അപ്പൊ നമ്മൾ അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഏറെ ഫലം കായ്ക്കാൻ കഴിയുന്നത്. അപ്പൊ നമ്മൾ ഏറെ ഫലം കായ്ക്കണമെങ്കിൽ ഇവിടെ അവൻ വളരെ ഫലം കായ്ക്കണം. അപ്പൊ വളരെ ഫലം കായ്ക്കണം എന്നുള്ളവരൊക്കെ കർത്താവിൽ തന്നെ. അപ്പൊ നമ്മൾ അധികം ഫലം കായ്ക്കുന്ന ചിലരെ കണ്ട നമുക്ക് മനസ്സിലാവും ഹല്ലേലൂയ നമ്മൾ കർത്താവിൽ തന്നെയാണ് വസിക്കുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞ യെശയ്യാ പ്രവാചകൻ പറഞ്ഞ അതേ വാക്യം തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. യെശയ്യാ പ്രവാചകൻ എന്താ? യഹോവയെ കാത്തിരിക്കുന്നവർ യഹോവയെ കാത്ത് എവിടെ ഇരിക്കുന്നത്? യഹോവയെ ഉള്ളിടത്തിരിക്കണം കാത്ത്. യഹോവയുടെ സാന്നിധ്യത്തിരിക്കണം, അത്യുന്നതന്റെ മറയിൽ വസിക്കണം, സർവശക്തിയുടെ നിഴൽകീഴ് പാർക്കണം. ഹല്ലേലൂയ എന്ന് പറയുന്ന പോലെ നമ്മൾ യഹോവയെ കാത്തിരിക്കുമ്പോൾ ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ എപ്പോഴും ആയിരിക്കണം നമ്മൾ. അവനെ എന്നിൽ വസിപ്പെന്ന് പറയുമ്പോൾ ആ സാന്നിധ്യം വിട്ടുമാറാതെ ഹല്ലേലൂയ നമ്മൾ എപ്പോഴും ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ, ദൈവത്തിന്റെ ചിറകിനടിയിൽ തന്നെ ഹല്ലേലൂയ. അപ്പൊ കർത്താവിൽ തന്നെ വസിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് വളരെ വളരെ ഫലം കായ്ക്കാൻ കഴിയും. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് വലിയ ആഗ്രഹമാണ് വളരെ ഫലം കായ്ക്കണം. നമ്മളെല്ലാവരും അതിനുവേണ്ടി ആഗ്രഹിക്കും.
പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഹാലെ അപ്പോൾ നമ്മളൊക്കെ വിളിച്ച വിളിയും തെരഞ്ഞെടുപ്പും എല്ലാം അങ്ങനെ തന്നെയാണ്. നമുക്ക് ഏറെ ഫലം കായ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏറെ ഫലം കായ്ക്കേണ്ടവരെല്ലാം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഹല്ലേലൂയ, നമ്മൾ കർത്താവിൽ തന്നെ വസിക്കുക, കർത്താവിൽ തന്നെ ആയിരിക്കുക. അപ്പൊ യഹോവയെ കാത്തിരിക്കുക, ഹല്ലേലൂയ, ശക്തിയെ പുതുക്കുക, കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരിക. അങ്ങനെയുള്ളവർ ക്ഷീണിച്ചു പോകത്തില്ല, തളർന്നു പോകത്ത. ബാല്യക്കാരും യൗവനക്കാരും ഒക്കെ തളർന്നു. പക്ഷെ നമ്മൾ പ്രായം ഇപ്പൊ 70 ഇപ്പൊ 80 ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ഇരിക്കുന്നവർ ഒരിക്കലും ക്ഷീണിച്ചു പോകത്തില്ല, തളർന്നു പോകത്തില്ല. അവരുടെയൊക്കെ ശക്തി എന്താന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആത്മാവിനാലുള്ള ശക്തിയാണ്. ഹല്ലേലൂയ. നമ്മുടെ കാലേബ് പറയുന്ന പോലെ, ഞാൻ ഈ പ്രായത്തില് ഞാൻ റെഡിയാണ്, മലയങ്ങ് തന്നാ മതി, അവിടെ ആരെ മല്ലന്മാരുണ്ടോ അതൊന്നും നോക്കണ്ട, ഇങ്ങോട്ട് തന്നേക്കും, ഞാൻ പോയി അതൊക്കെ വെട്ടിപ്പിടിച്ചോളാം എന്ന് പറയുന്ന പോലെ അത്രത്തെ പവർഫുൾ ആയിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ ആയിരിക്കുകയും ചെയ്യുന്നവർ. ഹല്ലേലൂയ. എപ്പോഴും ഹല്ലേലൂയ. എത്ര പ്രായമായാലും ഒക്കെയാണ് നമ്മൾ പുറമേയുള്ള ജഡം ബലഹീനമാകുമ്പോഴും അകത്ത മനുഷ്യ ശക്തിയോടെ കരുത്തനായി വരുമ്പോഴാണ് ഹല്ലേലൂയ. അകത്ത മനുഷ്യ ഓരോ ദിവസവും ഹല്ലേലൂയ ശക്തി പ്രാപിച്ച് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ അങ്ങനെ കാത്തിരുന്ന് ശക്തിയെ പുതുക്കുകയാണെങ്കിൽ അവരൊരിക്കലും തളർന്നു പോകത്തില്ല, അവരൊരിക്കലും ക്ഷീണിച്ചു പോകത്തില്ല, അവരൊരിക്കലും വീണു പോകത്തില്ല. അവരെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ മുന്നേറാൻ സാധിക്കും. വചനത്തെ ഇവരെല്ലാവരും അനുഗ്രഹിക്കും. മറകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.